നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? സത്യം പറഞ്ഞാൽ പൊളിയില്ലേ, പൊളി. കാരണം ഞാൻ വിചാരിച്ചത് പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ രഞ്ജി പണിക്കർ കൊടുത്ത കൊടുക്കലില്ലേ എല്ലാ മാധ്യമങ്ങൾക്കും അണ്ണാക്കിലിട്ട് അടിയാണ്. കാരണം മാധ്യമങ്ങളെ ശരിക്കും അടച്ച് ആക്ഷേപിച്ചു. കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടില്ലേ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിഷമം ഉണ്ടില്ലേ, നിങ്ങളുടെ അതായത് ഇവരുടെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണല്ലോ. ഇവരുടെ മനസ്സിലൊരു കാര്യമുണ്ട്. ആ കാര്യത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോയിട്ട് ആ വ്യക്തിനെ താറടിച്ച് കാണിച്ച് ആ വ്യക്തിനെ ഇല്ലാതാക്കും. ഇത് പറയാൻ കാരണം ഇന്നലത്തെയും കഴിഞ്ഞ് നടന്ന സംഭവങ്ങളൊന്നുമല്ല. ഇന്ന് മുതൽ വീണ്ടും ഈ പഴയ തെളിവുകളിലെ എല്ലാം കുത്തിപ്പൊന്തിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഈ മാധ്യമങ്ങൾ പറയുന്നതല്ല കാര്യങ്ങൾ. ഇവിടെ എന്താണ്, കോടതിയിൽ എന്താണ് തെളിവ് കൊടുത്ത് അതിനനുസരിച്ചാണ് ഉത്തരവ് വരിക എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടിയത്. ദിലീപിന് ജാമ്യം കിട്ടാൻ കാരണം എന്താ, അവിടെ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി അത് എപ്പോഴാണ്, 12-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസമാണ്, 11 കഴിഞ്ഞ് 12-ാം തീയതിയാണ് എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന റിസൾട്ട് കാര്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടുള്ളൂ, വിധിയും വരുള്ളൂ. അതിനു മുൻപേ ഇവർ വീണ്ടും മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് അറിയുന്നില്ല. ഇപ്പോഴും മഞ്ജു വാര്യർ പറഞ്ഞ മൊഴി, പൾസർ സുനിൻ്റെ നെഞ്ചത്ത് വെച്ച മൊഴി, അവൻ്റെ അപ്പൻ്റെ അടിയന്തരം കഴിക്കുന്ന മൊഴി, ഇതെല്ലാം ഇപ്പോഴും ഇവർ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്രയ്ക്ക് തരം താഴ്ത്തി, കാരണം വിധി വന്നു, കോടതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ഇനി ഇവർ അത് കിട്ടിയിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് പൊക്കോട്ടെ. 12-ാം തീയതി കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ തെളിവുകളാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും ഇവർക്ക് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്ക് വേറെ ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് റിപ്പോർട്ടർ ചാനൽ, എല്ലാ ചാനലിലും ഉണ്ട്, മെയിനായിട്ട് റിപ്പോർട്ടർ ചാനൽ. ഇവർ ഓരോരോ തെളിവ് കൊടുത്തത്, അങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത്, സുനി അതേ വന്നത്, സുനിൻ്റെ മറ്റേതിൽ കൊണ്ട് ക്യാമറ വെച്ചത്, ഇവിടെ കൊണ്ട് ക്യാമറ വെച്ചത്, 3 എണ്ണത്തിലേക്ക് കോപ്പി ചെയ്തു, 3 മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ സുനി പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സുനി പണ്ട് പറഞ്ഞ കാര്യത്തിനൊക്കെ ഇന്ന് വീണ്ടും ഇപ്പോൾ ഓരോന്ന് കുത്തിപ്പൊന്തിച്ച് വരുന്നുണ്ട്. അത് എന്തിനാണ്, ദിലീപിനെ ഇല്ലാതാക്കണം. അതായത് ദിലീപിനെ വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ വീണ്ടും താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഇവർക്ക് ഇനി ഹൈക്കോടതിയിൽ പോയിട്ട് തെളിവ് കൊടുത്ത് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ആക്കുമ്പോൾ പറഞ്ഞാൽ പോരെ. ഈ 8.5 വർഷം ചെയ്തു, അതിനുശേഷം പിന്നെ വിധി വന്നതിന് ശേഷം അങ്ങനെ ഇല്ലെന്ന് കുറ്റവിമുക്തനായി ഇവർ അടുത്ത കേസിലേക്ക് പോയാൽ പോരെ. ഇവർക്ക് പീഡനം, വീണ്ടും വേറൊരു പീഡന കേസില്ല, വേറൊരു കേസില്ല പറഞ്ഞു, വീണ്ടും ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് തന്നെ, വീണ്ടും ഇത് റിപ്പീറ്റ്. 8 വർഷം മുൻപ് എന്താണോ അവിടെ നിന്ന് മുതൽ വീണ്ടും തുടങ്ങുകയാണ്. അതായത് ഇവർ അപ്പോഴും മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പൾസർ സുനി കത്തെഴുതി എന്ന് പറയുന്നുണ്ട്. പൾസർ സുനിയുടെ സഹതടവുകാരനെ കത്തെഴുതി കൊടുത്തുനിന്ന് ആ സഹതടവുകാരൻ പുറത്തിറങ്ങിയപ്പോൾ പറയുന്നുണ്ട്, പൾസർ സുനിയും പോലീസുകാരും അവിടെയുള്ളവരും ഭീഷണിപ്പെടുത്തിയിട്ടാണ് കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് ഒരു മൊഴി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ പുറത്തേക്ക് വിടുന്നില്ല. അത് ചെറിയ ചില ചാനലുകൾ മാത്രം, അല്ലാത്ത ചാനലുകളാണ് പുറത്ത് വിടുന്നുള്ളൂ. അത് ഇവർ പുറത്തേക്ക് വിടുന്നില്ല. പിന്നെ മാർട്ടിൻ പറയുന്നുണ്ട് ദിലീപിനെ കുടുക്കിയതാണ്, ഇത് കഴിഞ്ഞ ശേഷം ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടുക്കിയതാണ് മഞ്ജു വാര്യറും പിന്നെ രമ്യ നമ്പീശനും ഈ നടിയും ചേർന്നിട്ട്. അതായത് നടിനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നല്ല, അതിന് ശേഷം ചെയ്ത കളികളിൽ ദിലീപിനെ കുടുക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. കാരണം കുടുക്കിയതാണെന്ന് പറയാൻ കാരണം ഇവർ തമ്മിൽ വഴക്കാണ്. ഇവർ നടിയും ദിലീപും തമ്മിൽ ഒരുപാട് പ്രാവശ്യം വഴക്കിട്ടിട്ടുണ്ട്. അത് പച്ചയായ സത്യമാണ്. അതിനില്ലെന്ന് എത്ര മൊഴി മാറ്റി പറഞ്ഞാലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടാവും. കാരണം ദിലീപ് ചെയ്തത്, മഞ്ജു വാര്യർ ചെയ്തത് ദ്രോഹം തന്നെയാണെന്ന് നമ്മൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം 2ാം പ്രതി മാർട്ടിൻ പറയുന്നത് ഇവർ വിശ്വസിക്കുന്നില്ല. 1ാം പ്രതി പൾസർ സുനി പറഞ്ഞത് അങ്ങനെയും വിശ്വസിക്കുകയാണ്. അപ്പോൾ മാർട്ടിൻ എന്താ പറഞ്ഞത്, ദിലീപല്ല ചെയ്തിരിക്കുന്നത്, ഇത് ദിലീപിനെ കുടുക്കിയതാണ്, കൊടുക്കാൻ നോക്കിയതാണെന്ന് മാർട്ടിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർട്ടിൻ ഒരു വീഡിയോ ആയിട്ടും വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ടും മാർട്ടിൻ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഇതാണ് ആ വീഡിയോ. നടിനെ തട്ടിക്കൊണ്ടതിനെ കുറിച്ച് 2ാം പ്രതിയായിട്ട് റിമാൻഡ് ചെയ്ത് 5 കൊല്ലത്തോളം, അതിനുശേഷം സുപ്രീം കോടതി ബെയിലിൽ ഇറങ്ങിയത്. ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതുമായ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നടൻ ലാല് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്.
ഒരുപാട് കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജീവന് വരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതില് രഹസ്യമായിട്ട് യഥാർത്ഥ സത്യങ്ങൾ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് യഥാർത്ഥത്തിൽ ഈ കേസിൽ പുറത്ത് കാണുന്നുള്ള കാര്യങ്ങളല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. നടീനെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ. പൾസർ സുനിയും നടൻ ലാലും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി കൂടാതെ നടത്തി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ്. അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. ക്രിയേഷന്റെ ബാനറിൽ ഹണീബി 2.5 2 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സുനി ആവുന്ന നടിയുടെ ഡ്രൈവർ അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയണേ. പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ സംഭവ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവര് സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ്. ഗോപാലൻ ഫിലിം നടക്കുമ്പോ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോ ആർട്ടുകാർ റോപ്പ് ഇട്ട് കൊടുക്കണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് രക്ഷിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചായിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാണ്ട് അവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. വിശ്വസിക്കുന്നില്ല. ശരി, ഓക്കെ, നമ്മളെപ്പോഴും നടിയുടെ കൂടെയാണ്. ശരി, നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നു. അവസാനം ഈ സെൻകുമാറും ശ്രീലേഖ IPS ഒക്കെ പറഞ്ഞതുപോലെ കേസിന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളെന്താ വിശ്വസിക്കേണ്ടത്? അതിനർത്ഥം ദിലീപ് തെറ്റുകാരനല്ലെന്നല്ലേ? അവിടെ തെളിവുകൾ ദിലീപ് ഫസ്റ്റ് മുതൽ പറയുന്ന പോലെ തെളിവുകളില്ലല്ലോ. തെളിവുകൾ എവിടെ പോയി? അപ്പോൾ പറയുന്നത് ഇവർ സാക്ഷികളെ കൂറുമാറ്റി മറ്റത് മാറ്റിയെന്നാണ് പറയുന്നത്. സാക്ഷികളെ കൂറുമാറ്റിയത് എന്താ സാക്ഷികൾ? ഏതാ സാക്ഷികൾ? ദിലീപിൻ്റെ അനിയൻ അനൂപ്, പിന്നെ ഭാര്യ കാവ്യമാധവൻ, പിന്നെ എന്താണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നാദിർഷ, കാവ്യമാധവൻ്റെ അമ്മ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂറുമാറിയത്. കൂറുമാറിയതല്ല. അതായത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടോ? ഉണ്ട്, അതിനെ എഴുതി. അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതെഴുതി. ഇതൊക്കെയാണ് സാക്ഷികൾ. വഴക്കുണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല. ദിലീപും പിന്നെ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് നമ്മൾ സത്യസന്ധമായിട്ട് ഓക്കെ. പക്ഷേ അതിനർത്ഥം ദിലീപ് ഇത് ചെയ്തു എന്നല്ലല്ലോ. അവിടെയാണ് മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ ശ്രീലേഖ IPS പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീലേഖ IPS ഇപ്പോഴൊന്നും അല്ല, അതിനു മുമ്പ് എയറിലായിരുന്നു ശ്രീലേഖ IPS ഈ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ. അപ്പോൾ അത് നമ്മൾക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ? കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അത് ഈ നവവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇപ്പോൾ ഇത് നമ്മളെ പോലെ സാധാരണപ്പെട്ട ആരെങ്കിലും സംസാരിച്ചതല്ല, ശ്രീലേഖ IPS പറഞ്ഞതാണ്. അപ്പോഴും നിങ്ങൾ പറയും ശ്രീലേഖ IPS ഒരുപാട് പൈസ മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് പറയും. കാരണം ആര് ദിലീപിൻ്റെ ഒപ്പം സംസാരിച്ചാലും നിങ്ങൾ അപ്പോൾ പറയണത് ഫസ്റ്റ് പറയുന്നത് എന്താ? പണം മേടിച്ചിട്ട് ചെയ്തു എന്നുള്ള ചെറ്റത്തരമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഇവർ തന്നെ ഇവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. സഹതടവുകാരൻ എഴുതിയതും സഹതടവുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് എഴുതിപ്പിച്ചതും ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൾസർ സുനിക്ക് നോക്കിയപ്പോൾ ദിലീപിനെ കോൾ ചെയ്യുന്നു. ദിലീപിനെ കോൾ ചെയ്ത് കിട്ടാതെ നാദിർഷയെ വിളിക്കുന്നു, നാദിർഷയോട് സംസാരിക്കുന്നു. അതൊക്കെ ഇവർ CCTV നോക്കിയപ്പോൾ അതിൽ പൾസർ സുനി സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഫോൺ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ വേറെ ആരോ പോയിട്ട് പുറത്തുനിന്ന് അകത്തോട്ട് ഒരു പോലീസുകാർ അടുത്ത് വന്നിട്ട് ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. പൊതി പോലെ എന്തോ കൊടുക്കുന്നത് പോലെ കാണുന്നുണ്ടായിരുന്നു. CCTVയിൽ വ്യക്തമായില്ല. അങ്ങനെ പല കഥകൾ ഇങ്ങനെ മെനഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതായത് ദിലീപിനെ എതിർക്കുന്ന ഒരാളുകൾ അങ്ങനത്തെ ന്യൂസുകൾ കാണുന്നില്ല. ഇവർക്ക് എന്താണ് 1 മുതൽ 6 പ്രതികളെ ഇനി വെറുതെ വിട്ടാലും, അതായത്
1 മുതൽ 6 പ്രതികളെ ഇനി വെറുതെ വിട്ടാലും, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെറുതെ വിട്ടാലും, അല്ലെങ്കിൽ 8ാം പ്രതി മാത്രമാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത്, അതുകൊണ്ട് 8ാം പ്രതിയെ ശിക്ഷിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാലും ഇവർ തപ്പോട്ട്. കാരണം ഇവരുടെ ലക്ഷ്യം 8ാം പ്രതി മാത്രമാണ്. ദിലീപ് എന്ന വ്യക്തിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ദിലീപിനെ മാത്രമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ ഇത്രയും അതായത് എല്ലാം കഴിഞ്ഞു, കോടതി വിധി വന്നു, കുറ്റവിമുക്തനായി, എന്നിട്ടും ന്യൂസ് ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അത് എന്തിനാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് സന്ധ്യ IPS ഒരു ചെറിയൊരു ബൈറ്റ് കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ? ചെറുതായിട്ട് നോക്കി വായിക്കുന്ന കാര്യം. കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അതായത് മേൽക്കോടതികളിൽ പോകുന്നാണ് പറയുന്നത്. മേൽക്കോടതിയിൽ പോകും. അതായത് അവിടെ ദിലീപ് ഒറ്റയ്ക്ക്, ഇവിടെ കേരളം മുഴുവൻ ഏകദേശം കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെ കൂടെയുണ്ട്. എന്നിട്ടും ദിലീപിനെ ഇവർക്ക് പ്രതിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം പറയും പണത്തിൻ്റെ ഹുങ്ക്, പണം കൊണ്ട് വാരി എറിഞ്ഞു എന്ന് പറയും. അതാണ് ഇവർ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതല്ല, സത്യം അതല്ല. ഇതിൽ 2 ചാൻസാണ് കിടക്കുന്നത്. ഒരു ചാൻസ് ഇവർക്ക് ഒരു പ്രതിയെ വേണം. ഇവരൊരു ഗൂഢാലോചന എന്ന് മഞ്ജു വാര്യർ ദർബാർ ഹാളിൽ പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു പേരിന് വേണ്ടിയിട്ട് ഈ പോലീസ് ഓഫീസർമാർക്ക് ഒരാളിനെ കിട്ടണം. ആ സമയത്ത് തന്നെ ദിലീപ് അവൻ്റെ പോയി വീണു. കാരണം ദിലീപിന് പൾസർ സുനി എഴുതിയ ലെറ്റർ ദിലീപ് തന്നെ അവർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ദിലീപിന് അതിന് മേലുള്ള ചോദ്യം ചെയ്തിട്ട് ദിലീപിനെ വിട്ടയച്ചു. 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് വിട്ടയച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പിടിച്ചകത്തിട്ടു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും പേര് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ ഇവർ ചെയ്തതായിരിക്കും ഈ പോലീസ് ഓഫീസർമാർ. അല്ലെങ്കിൽ ഈ മറ്റേ ഗൂഢാലോചനക്കാരായിരിക്കും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാർട്ടിൻ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു, സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ലാലിന് മാർട്ടിന് സംശയമായി എന്ന് പറഞ്ഞു. ഇവരുടെ വണ്ടി തന്നെയാണല്ലോ, ഇവരുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണല്ലോ പോയത്, അവരുടെ തന്നെ വണ്ടിയിലല്ലേ പോയി, അവരുടെ തന്നെ ഡ്രൈവറായിരുന്നില്ലേ. എന്നിട്ട് എങ്ങനെ മാർട്ടിൻ്റെ പെരുമാറ്റത്തിൽ ഇവർക്കൊരു ഡൗട്ട് വന്നു, എന്നിട്ട് പിടിച്ചു നിർത്തി. അപ്പോൾ ഇതിൽ ഇവർക്ക് പ്ലാൻ ഇല്ലയെന്ന് ആര് കണ്ടു? ഒന്നും പറയാൻ പറ്റില്ല, സിനിമയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ തിരക്കഥയല്ലേ എന്ന് പറയും. ഇവരൊക്കെ തിരക്കഥ എഴുതുന്ന ആളുകൾ തന്നെയല്ലേ, ഇവരൊക്കെ തിരക്കഥ സംഭാഷണമൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണല്ലോ. ഇവർക്കൊരു തിരക്കഥ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അപ്പോൾ ഇത് അവരുടെ തിരക്കഥയല്ല എന്ന് ആര് കണ്ടു? ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരിനെ എന്തിനാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം എന്താ ചെയ്യുക? അവരിനെ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് ഓടിപ്പോവല്ലേ ചെയ്യുക? ഇവർ നേരെ കൊണ്ടുപോയിട്ട് ലാലിൻ്റെ വീട്ടിൽ, കാക്കനാടുള്ള ലാലിൻ്റെ വീട്ടിലേക്ക്, ലാലിൻ്റെ വീട് എനിക്കും അറിയാം, കാക്കനാട്. ആ ലാൽ എന്നിട്ട് പടമുകളിലാണ് വീട്. അവിടെ പോയിട്ട് നേരെ അവിടെ കൊണ്ടുവിടേണ്ട ആവശ്യം, അത് റോഡ് സൈഡല്ല വീട്, അകത്തോട്ട് കയറിപ്പോണം വീട്ടിലേക്ക്. ആ വീട്ടിലേക്ക് കൊണ്ട് എന്തിനെത്തിച്ചു? മാർട്ടിൻ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എന്തിനെത്തിച്ചു? അപ്പം നിങ്ങൾ പറയായിരിക്കും മാർട്ടിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവരറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചെയ്തതാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവർ തന്നെ ഇവരുടെ കൂടെ വന്ന ആളല്ലേ, അപ്പോൾ ഇവരുടെ വണ്ടിയല്ലേ, ഇവരുടെ വണ്ടിയിലാണല്ലോ വന്നേ. അപ്പോൾ ഇവൻ്റെ ലാലിൻ്റെ മകൻ്റെ ഭാഗത്തേക്കോ ആരുടെയെങ്കിലും ഭാഗത്തേക്കോ കേസ് പോയിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതിൽ വ്യക്തമായൊരു അജണ്ടയുണ്ട്, ദിലീപിനെ പ്രതിയാക്കണം എന്നുള്ള ഇവരുടെ അജണ്ട. പിന്നെ മീഡിയക്കാർക്ക് റേറ്റിംഗ് കൂടണമെങ്കിൽ അതിൻ്റെ ഒരു അജണ്ട. പിന്നെ ഇന്നലെ നമ്മുടെ രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട്. ഏതറ്റം വരെ അവർക്കൊരു അജണ്ടയുണ്ട്, ആ അജണ്ടയിലുള്ള കേസ് പോയില്ലെങ്കിൽ ഏതറ്റം വരെയും നിങ്ങൾ പോകും എന്ന് പറയുന്നത് സത്യമാണ്. പിന്നെ രഞ്ജി പണിക്കർ ഒരു കാര്യം പറയുന്നുണ്ട്, പോലീസുകാർ കെട്ടിച്ചമച്ച കഥകൾ ഈ ലോകത്തുണ്ടായിട്ടില്ലേ, ഈ കേരളത്തിലോ ഇവിടെയൊന്നും ഉണ്ടായിട്ടില്ലേ, അങ്ങനെ കെട്ടിച്ചമച്ച് കള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഒരാളിനെ കുടുക്കിയിട്ടില്ലേ ചോദിക്കുന്നുണ്ട്. കുടുക്കിയിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ പേര് കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ട് ദിലീപിനെ പൂട്ടാനുള്ള വഴി നോക്കി, ഇപ്പം അത് നടന്നില്ല, കുറ്റവിമുക്തനാക്കി. ഇനി ദിലീപ് ഇവർക്കെതിരെ കേസിന് പോകും. ദിലീപ് ഈ മാധ്യമങ്ങൾക്കെതിരെ കേസിന് പോകുന്നത് കൊണ്ട്, ആ കേസിന് പോയാൽ ഇവർ കുടുങ്ങും എന്നുള്ളത് കൊണ്ട്, ഇവർ നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ളത് കൊണ്ട് ഇനി ഇവർ പോലീസുകാരോ അലേർട്ടായിട്ട് എന്തെങ്കിലും ചെയ്ത് ലോക്കാക്കാൻ നോക്കും. മീഡിയക്കാർ മെയിനായിട്ട് നോക്കും. കാരണം ഇനി ദിലീപിനെ കൊടുക്കിയാലേ പറ്റൂ അവർക്ക്.
കാരണം മീഡിയക്കാർക്ക് ഇടയ്ക്ക് കോമ്പൻസേഷൻ മേടിക്കാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് റിപ്പോർട്ടർ ചാനലിലെ ഫസ്റ്റ് കൊണ്ടുവന്നേ. അപ്പോൾ അതുകൊണ്ട് ഇനി റിപ്പോർട്ടർ ചാനൽ ആഞ്ഞു പരിശ്രമിക്കും എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇനി ഹൈക്കോടതി പോട്ടെ, ഇവരുടെ പാട്ട് ഇവരുടെ ചാനൽ ഇവരുടെ വേറെ എന്തെങ്കിലും ന്യൂസായിട്ട് ഇലക്ഷൻ വന്നില്ലേ, ഇലക്ഷൻ ന്യൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയാൽ പോരെ. ഇനി എന്തിനാ ഇവർ ദിലീപിൻ്റെ പിന്നാലെ പോകുന്നേ? ഇനി ഹൈക്കോടതിയിൽ കൊടുത്ത് അവിടെ നിന്ന് വിധിയാവുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാദിക്കുമ്പോഴോ ഇവർ പൊക്കോട്ടെ. അത് കഴിഞ്ഞാൽ അതും ആവില്ല. അപ്പോൾ ഒരു 10 കൊല്ലം ആവും, അല്ലെങ്കിൽ ഇനി ഒരു 5 കൊല്ലം ആവും ഹൈക്കോടതി പോകുമ്പോൾ, ഹൈക്കോടതിയിലെ കാര്യം കഴിയുമ്പോൾ. അത് കഴിയുമ്പോൾ വീണ്ടും സുപ്രീം കോടതിക്ക് പോട്ടെ. സുപ്രീം കോടതിയിൽ 10 കൊല്ലം ആവും. അപ്പോഴേക്കും ദിലീപിൻ്റെ ഏകദേശം ഷഷ്ടി പൂർത്തിയൊക്കെ കഴിഞ്ഞ് ദിലീപിൻ്റെ കാര്യം കഴിയും, പിന്നെ എല്ലാവരുടെയും കാര്യം കഴിയും, മറ്റവരുടെ വിധി ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയും ചെയ്യും. അതാ ഇപ്പോൾ സംഭവിക്കുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. എന്തായാലും ഒരാളിൻ്റെ ഇത് നശിപ്പിക്കുക എന്നുള്ളത് പത്രക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. നാശം കാണാതെ വിടില്ല എന്ന് ഉറപ്പാണ്. ദിലീപിൻ്റെ നാശം കാണാതെ വിടില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.